അല്പസമയം ദൈവവചനം നമ്മൾ ശ്രദ്ധയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും ഒന്നും നമ്മളാരും തീരുമാനിച്ചിട്ടല്ല. നമ്മുടെ കുടുംബങ്ങൾക്കകത്തൊക്കെ ആരെങ്കിലുമൊക്കെ കർത്താവിൽ ഇതുവരെയായിട്ടും വരാതെ ഉണ്ടെങ്കിൽ നാളുകളായി ചിലപ്പം പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ ചിലവരൊന്നും വരാൻ വൈകുന്നു. ഉറപ്പായിട്ടും അവരൊക്കെ വരും, കർത്താവിൽ വരും, വരാതെ പോകത്തില്ല. ഇന്ന് ആരെങ്കിലുമൊക്കെ ഭാരത്തോടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എൻ്റെ കർത്താവെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ആൾ വരുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് അടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിന്ന് അങ്ങനെയൊക്കെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ബലപ്പെടുത്തട്ടെ. സ്തോത്രം, നമ്മളുടെ തീരുമാനങ്ങളല്ല, ദൈവമാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 44-ാം തിരുവചനം, ജോൺ ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 44. യോഹന്നാൻ്റെ 6:44, ജോൺ 6:44 ഇങ്ങനെ പറയുന്നു, For no one can come to me unless the Father who sent me draws them to me, and at the last day I will raise them up. എന്ന് വെച്ച്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ആമേൻ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരാൻ പറ്റത്തില്ല. സ്തോത്രം. എത്ര ആ വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ, 6:44 ഒന്ന് ശ്രദ്ധിച്ചാൽ, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തില്ല. ഇതൊരു ആകർഷണമാണ്, ഇതൊരു തെരഞ്ഞെടുപ്പാണ് അല്ലേ. ദൈവത്തിനെ ബോധിക്കുന്നവരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് എങ്ങനെ ബോധിച്ചു? അപ്പം നമ്മളെയൊക്കെ ബോധിച്ചിട്ടാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടാണോ, എന്തെങ്കിലും നൽപ്രവൃത്തി ചെയ്തിട്ടാണോ? ഒന്നുമല്ല. ഏറ്റവും മോശമായിട്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൊള്ളാത്ത വിധത്തിൽ, കഴിവില്ലാത്ത വിധത്തിലൊക്കെ ഇരുന്നിടത്തുനിന്നാണ് കർത്താവ് നമ്മളെയൊക്കെ ആകർഷിച്ച്, ഏറ്റവും തകർന്ന അവസ്ഥയിലൊക്കെ കിടന്നപ്പോഴാണ് അതിനകത്തുനിന്ന് ആകർഷിച്ച് നമ്മളെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ആകർഷിച്ച് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തിയത്. ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, ഇത് സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഓ ഹല്ലേലൂയ. ഇന്നൊന്ന് പറഞ്ഞേ, എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്വർഗമാണ്. ഹല്ലേലൂയ. ഇത് സ്വർഗീയ തിരഞ്ഞെടുപ്പാണ്. അതൊരു വലിയ പദവിയാണ്. സ്വർഗീയ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ വലിയ പദവി. വെച്ചാൽ വചനം പറയുന്നു, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും ജനങ്ങളുണ്ടായിട്ട്, ഈ ലോകത്ത് 8 ബില്യൺ ആൾക്കാർ, 800 ബില്യൺ ആൾക്കാരുണ്ടായിട്ട്, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുക. ഇതൊരു മഹാഭാഗ്യമാണ്. ഈ തിരഞ്ഞെടുപ്പ് തന്നെ കർത്താവിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ട്, എന്നൊന്ന് പറഞ്ഞേ, ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് തിരഞ്ഞെടുത്തത്. യേശുവിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇനി ആരും പറയല്ലേ എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക്, അങ്ങനത്തെ ഒന്നും ഇമോഷണലായിട്ടുള്ള വാക്കുകളൊന്നും പറഞ്ഞ് ഒന്നും നേടത്തില്ല. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. അത് നല്ല വല്ല സിനിമയിലൊക്കെ പറയാൻ നല്ല രസമാണ്. പക്ഷേ അല്ലാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇന്ന് വിളിച്ചു പറഞ്ഞേ, എന്നെ സ്വർഗത്തിന് ബോധിച്ചു. ഹല്ലേലൂയ. എന്നെ ഇഷ്ടമായി, എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നെ ഇഷ്ടമായിട്ട് സ്വർഗം എന്നെ തിരഞ്ഞെടുത്തതാ. സ്തോത്രം. എന്തിനും നല്ലത് ചെയ്തിട്ടാണോ? ഒന്നും നല്ലത് ചെയ്തിട്ടല്ല. നമ്മളൊക്കെ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുമ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും വട്ടപൂജ്യമായിട്ടൊക്കെ ഇരുന്ന സമയത്താണ് കർത്താവ് നമ്മളെയൊക്കെ ആകർഷിച്ച്. ഇന്ന് ആരെങ്കിലോടുമൊക്കെ ചോദിച്ചാൽ അവർ പറയും, എൻ്റെ ഏറ്റവും വലിയ തകർച്ച സമയത്താണ് കർത്താവ് എന്നെ ആകർഷിച്ച് എന്നെ സ്വന്തമാക്കിയത്. എത്ര ആ തകർച്ച സമയത്തൊക്കെ നമ്മളെയൊക്കെ ഇന്ന് നമ്മളൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ തകർച്ച സമയത്ത് ദൈവം നമ്മളെ ആകർഷിച്ച് കൊണ്ടുവന്ന ആ സമയങ്ങളിൽ ഒന്ന് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് നമ്മളെ തന്നെയൊക്കെ ഒന്ന് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ ആ സ്വഭാവങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മളുടെ രീതികളുമൊക്കെ അല്ലേ. പക്ഷെ കർത്താവ് നമ്മളെ സഹിച്ചു. റോമാക്കാരുടെ ലേഖനം 9-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 9 അതിനകത്ത് വരുമ്പം കർത്താവ് അതിൻ്റെ 10-ാം വാക്യം തൊട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ റെബെക്കായുടെ ഉദരത്തിനകത്ത് ഈ യാക്കോബും ഇസാവും കിടക്കുക. അപ്പം ഈ ഭാഗം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 25-നകത്തും ഇത് പറയുന്നുണ്ട്. അവിടുന്ന് നിന്നാണ് റോമൻസ് 9-നകത്ത് ഇത് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ അവിടെ ആ ഭാഗത്ത് നമുക്കറിയാം, റെബെക്കായുടെ ഉദരത്തിൽ 2 രാജ്യങ്ങൾ കിടക്കുക. യാക്കോബുമുണ്ട്, ഇസാവുമുണ്ട്. ഇസാവാണ് മൂത്തയാൾ. പക്ഷേ ആദ്യം യാക്കോബ് ആദ്യം കാല് കാണിച്ചിട്ട്, എന്നിട്ട് ആ കാലിൽ ഒരു ചരടൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. അത് ആ ഭാഗം ഉൽപ്പത്തി പുസ്തകം 25 കിടപ്പുണ്ട്. ഇസാവുവിൻ്റെ കാല് കയറി പിടിച്ച് യാക്കോബ് അങ്ങനെ പെട്ടെന്ന് അവൻ്റെ കൈ പുറത്ത് വന്നിട്ട്, എന്നിട്ട് കയ്യിൽ ഈ ചരടൊക്കെ കെട്ടി ആ ഒരു തെരഞ്ഞെടുപ്പ്. പക്ഷേ അതൊന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുന്നത് അവനെ ഉദരത്തിൽ നിന്നേ തിരഞ്ഞെടുക്കുക. എങ്ങനെയാ തിരഞ്ഞെടുത്തത്? ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊന്നും വ്യത്യാസം ചെയ്തില്ല. അവർ ഉദരത്തിൽ കിടക്കുമ്പം ഞാൻ മിടുക്കന്, നീ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ നല്ല കാര്യം ചെയ്തു, അങ്ങനെയൊന്നും അവർ ചെയ്തില്ല. പക്ഷേ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം രണ്ടാക്കി, ഒരെണ്ണത്തിനെ മറ്റുള്ളതിനെക്കാട്ടിലും പ്രത്യേകതയുള്ളത് ആക്കി ഉദരത്തിൽ വെച്ച് തന്നെ ആ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇവർ തമ്മിൽ, ഈ ട്വിൻസ്, ഈ ഇരട്ടകൾ തമ്മിൽ യാക്കോബ് ഇളയതാ, ഇസാവ് മൂത്തതാ. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് യാക്കോബിനെയാണ്. കർത്താവിൻ്റെ ആ വചനം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇതാണ്: നമ്മളെന്തോ കാര്യങ്ങൾ ചെയ്തിട്ടല്ല നമ്മളെ തിരഞ്ഞെടുത്തത്. ചിലപ്പം 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 5 വർഷം മുമ്പ്, അല്ലെങ്കിൽ 2 വർഷം മുമ്പായിരിക്കും യേശുവിലേക്ക് വന്നത്. യേശുവിൻ്റെ ആ തിരഞ്ഞെടുപ്പുള്ളത് കാരണമാണ് യേശുവിലേക്ക് വരാൻ ഇടയായത്. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളെ യേശുവിലേക്ക് അടുപ്പിച്ചത്. പ്രശ്നങ്ങൾ ഒരു മുഖാന്തരം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ നിങ്ങൾ കർത്താവിലേക്ക് വന്നത്, കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ കിടന്നതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നത്. ഹല്ലേലൂയ. യേശുവേ എന്നൊന്ന് വിളിക്കാൻ ഇടയായത്. സ്തോത്രം. പലവരും വലിയ വിഷയങ്ങളുടെ നടുവിലായിരിക്കും യേശുവേ എന്നൊന്ന് വിളിച്ചത്, അല്ലെങ്കിൽ വലിയ വിഷയങ്ങളുടെ നടുവിൽ കിടന്നപ്പോഴായിരിക്കും ആരെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഒരു റീസണായിരുന്നു, അതൊക്കെ ഭൂമിയിൽ ഒരു റീസണായിരുന്നു. പക്ഷെ സ്വർഗം അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കിടന്നപ്പോഴേ കണ്ടതുകൊണ്ടാണ്, ഹല്ലേലൂയ, ആ കഴിഞ്ഞു പോയ നാളുകളിൽ നമ്മൾ പറയും വിഷയങ്ങളുടെ നടുവിലെന്ന്. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറയും ഞാൻ നിന്നെ നേരത്തെ കണ്ടതാ. ഹല്ലേലൂയ. ആ സമയം അത് അന്നേരമായപ്പോഴാണ് നീ കണ്ടത്, നീ അറിഞ്ഞത്. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഉദരത്തിൽ വെച്ചേ വീണതാ. യാക്കോബിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യാക്കോബ് എന്തോ നല്ലത് ചെയ്തത് കൊണ്ടല്ല, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. ഹല്ലേലൂയ. എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ യേശുവിൻ്റേതായിരിക്കുന്നത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റേതായിരിക്കുന്ന സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് മഹാ തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. ഇതൊരു വലിയ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കാരണമാണ് നമ്മൾ യേശുവിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ വചനം കേൾക്കുന്നു, വിടുവിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ക്രിസ്തുവിൽ അലിഞ്ഞു ചേരുന്നു. അതൊക്കെ അതിൻ്റെ ബാക്കി സ്റ്റെപ്പുകളാണ്. പക്ഷെ ദൈവം ആകർഷിക്കാതെ ആർക്കും ഹല്ലേലൂയ, പിതാവിൻ്റെ സ്തോത്രം, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തില്ല. യേശുവിനെ അറിയാൻ ഇടയാവത്തില്ല. ഈ മഹാഭാഗ്യത്തിൻ്റെ പങ്കുകാർ ആയിത്തീരാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. റോമാക്കാരുടെ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് നമ്പേഴ്സ് 13 until 16. വചനം ഇങ്ങനെ പറയുന്നു: ഇൻ ദ വേർഡ്സ് ഓഫ് ദ സ്ക്രിപ്ചേഴ്സ് ഐ ലവ്ഡ് ജേക്കബ് ബട്ട് ഐ റിജക്റ്റഡ് ഇസൗ. ആർ വി സേയിങ് then that God was unfair? Of course not. For God said to Moses, I will show mercy to anyone I choose, and I will show compassion to anyone I choose. So it is God who decides to show mercy. We can neither choose it nor work for it. കണ്ടോ ദൈവവചനം പറയുന്നത്? അല്ലയോ, വചനം പറയുവാണ്, ദൈവവചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, പക്ഷേ ഞാൻ ഇസാവിനെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ഓഫ് കോഴ്സ് ആ തെരഞ്ഞെടുപ്പ്, ഞാൻ പറയുന്ന തെരഞ്ഞെടുപ്പ് ഉദരത്തിൽ വെച്ചേ ഉണ്ടായിരുന്നത് കൊണ്ട്, ഇവർ ജനിക്കുന്നതിന് മുമ്പേ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഭൂമിയിൽ വന്നപ്പം കുറേ കാര്യങ്ങൾ നടന്നത്. ഇസാവിനെ തള്ളിക്കളയാനും യാക്കോബിനെ തിരഞ്ഞെടുക്കുവാനും. നമ്മൾ യാക്കോബിനെ നോക്കിക്കഴിഞ്ഞാൽ യാക്കോബൊന്നും വലിയ നല്ല കാര്യമൊന്നും ചെയ്തില്ല. കള്ളത്തരത്തിൽ കൂടെയാണ് ചേട്ടൻ്റെ അവകാശമൊക്കെ തട്ടിയെടുത്തത്. എന്നിട്ടും
സ്നേഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. യാക്കോബ് ചെയ്തത് കള്ളത്തരം, അതൊന്നും നല്ല കാര്യങ്ങളൊന്നുമല്ല. അതൊന്നും കണ്ടിട്ട് ആരും അതൊന്നും കണ്ടിട്ട് നമ്മളൊന്നും പറയല്ല, അയ്യോ കണ്ടോ അങ്ങനെയൊക്കെ കള്ളം ചെയ്തു എന്നിട്ട്. നോ, അതൊന്നും കർത്താവിന് ഇഷ്ടമുള്ളതല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കിടക്കുന്നത് കൊണ്ട് അവൻ നശിച്ചു പോയില്ല, അവൻ ആ പാപത്തിൽ പെട്ട് കിടന്നു പോയില്ല. ഇന്ന് ആ തെരഞ്ഞെടുപ്പ്, ഇന്ന് ക്രിസ്തു യേശുവിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് ഈ ലോകത്തുള്ള സകലരുടെ മേലുമുണ്ട്. അവർ യേശുവിനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ ആ സ്നേഹം അവരുടെ മേലുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് ചിലവരെ തിരഞ്ഞെടുക്കും യേശുവിനെ സ്നേഹിക്കുവാൻ, യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ, യേശുവിൻ്റേതായി തീരുവാൻ. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ നല്ല കാലത്ത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത്, നമ്മുടെ നല്ല കാലത്ത് ഹല്ലേലൂയ നമ്മളുടെ മേലെ കർത്താവിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളത് വലിയൊരു കാര്യമാണ്. ദിനം തോറും കർത്താവിനോട് പറയേണ്ട ഒരു കാര്യമാണ്, കർത്താവേ അങ്ങ് ഇത്രയും ലോകത്ത് ഇത്രയും ആൾക്കാരുണ്ടായിട്ടും എന്നെ തിരഞ്ഞെടുത്തല്ലോ. ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് വലിയ അനുഗ്രഹമാണ്. ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ ഭാഗ്യം. അത് നിസ്സാരമായി കാണല്. ഈ തെരഞ്ഞെടുപ്പ് ഉള്ളത് കാരണം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എത്ര വൈകിയാലും, എത്ര ജോലിഭാരമുണ്ടെങ്കിലും, എത്ര ബദ്ധപ്പാടുണ്ടെങ്കിലും ഒരു കുറച്ച് സമയമെങ്കിലും ഈ നല്ല കർത്താവുമായിട്ട് പറ്റിച്ചേർന്നിരിക്കാൻ, ഈ നല്ല കർത്താവിനെ ഒന്ന് സ്നേഹിക്കുവാൻ, ഒന്ന് ആരാധിക്കുവാൻ, ഈ നല്ല കർത്താവിനോടൊന്ന് സംസാരിക്കുവാൻ, ഒന്ന് ഹൃദയം പങ്കുവെക്കുവാൻ ഹല്ലേലൂയ നമ്മൾ സമയം കണ്ടെത്തണം. എന്നുവെച്ചാൽ ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറയാം, ഭൂമിയിൽ എത്രയോ വലിയ ആഗ്രഹത്തോടെയാണ് പലവരെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. നമ്മളൊരു ഓഫീസിലാണെങ്കിൽ, ഏത് ഓഫീസിലാണേലും, ഒരു പൊളിറ്റിക്കൽ ഓഫീസിലാണേലും, ഒരു ജോലിയിലെ ഓഫീസിലാണേലും, എവിടെ വേണേലും ആയിക്കോട്ടെ, നമ്മളെ ഒരു കാര്യത്തിന് തിരഞ്ഞെടുക്കുമ്പം ആ തിരഞ്ഞെടുക്കുന്നവർ എത്രയധികം ഉത്തരവാദിത്വം നമ്മുടെ മേൽ വെച്ചിട്ടും എത്രയധികം ആഗ്രഹങ്ങൾ അവരുടെ അകത്ത് നമ്മളെക്കുറിച്ച് ഉണ്ടായിട്ടുമൊക്കെയാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. നമ്മളൊരു ജോലിയിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എത്രയോ കാൻഡിഡേറ്റ്സ് ഉണ്ടായിട്ട് അത്രയും കാൻഡിഡേറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ ഒരാളെ അവർ തിരഞ്ഞെടുത്തെന്ന് വെക്കണം. തിരഞ്ഞെടുത്താൽ ആ ജോലി സ്ഥലത്ത് അവരെത്രയധികം ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഇടാൻ ഉള്ള ആഗ്രഹം അവർക്കുണ്ട്. നമ്മളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ നമ്മളെ തിരഞ്ഞെടുക്കുന്നേ അല്ലേ. അങ്ങനെയെങ്കിൽ, ഭൂമിയിൽ അങ്ങനെയെങ്കിൽ, സ്വർഗത്തിലെ നമ്മുടെ മേലുള്ള ഇലക്ഷൻ, ആ തെരഞ്ഞെടുപ്പ് അതിലും അധികമാണ്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചൊക്കെ കർത്താവ് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു. ഒറ്റ കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്, നമ്മളെക്കുറിച്ച് നമ്മൾ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, സ്നേഹവും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി നിങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ വേറെ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ. ഹല്ലേലൂയ. ഇതൊരു വലിയൊരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മേലിട്ടിരിക്കുന്നത്. അതൊരു നിസ്സാര തെരഞ്ഞെടുപ്പല്ല. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കടഭാരം മാറാനും, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന വലിയ ജോലിയിലൊക്കെ ഇരുന്ന് കുറേ പണക്കാരനാകാനോ, അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന വലിയ വീടൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ, കണ്ടോ ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയത് കൊണ്ട്, കണ്ടോ എൻ്റെ വീട് വലിയ 5 നിലയുടെ വീട്, ഇതൊന്നും കാണിക്കാനല്ല നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹല്ലേലൂയ ക്രിസ്തുവിനെ പോലെ ആകാനാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വചനം പറയുന്നു, റോമൻസ് 9 ഹല്ലേലൂയ വചനം പറയുന്നു, അതിൻ്റെ ഞാൻ പറയാം വാക്യം, അതിൻ്റെ 23, 24 വാക്യങ്ങൾ, 23, 24. റോമൻസ് 9:23 and 24. യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ. ഓ ഹല്ലേലൂയ. He does this to make the riches of his glory shine even brighter on those to whom he shows mercy, who were prepared in advance for glory. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു, മുന്നമേ ഒരുക്കി വെച്ചു. എന്തിനാണ്?
മറ്റുള്ളവരെക്കാട്ടിലും അധികമായി നമ്മൾ അവൻ്റെ തേജസ് വെളിപ്പെടുത്തുവാൻ വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെ ബോധിച്ചിട്ട്. എങ്ങനെ ബോധിച്ചത്? നമ്മളിലൂടെ സ്വർഗത്തിൻ്റെ തേജസ് വെളിപ്പെടുത്താം എന്ന് സ്വർഗത്തിന് ബോധ്യമുണ്ടായിട്ട്. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ നിന്ന് തരുക, എന്നിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. ലെറ്റ് യുവർ ഗ്ലോറി ഷൈൻ ത്രൂ മീ. ഹല്ലേലൂയ. ഇതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരെക്കാട്ടിലും അധികമായി നമ്മളിലൂടെ മഹത്വം വെളിപ്പെടാൻ. യാക്കോബിനെയും ഇസാവിനെയും നോക്കിക്കേ. ഇസാവ് അനുസരണക്കുട്ടിയായിട്ട് നല്ലവനായിട്ടൊക്കെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിന്നു. യാക്കോബായിരുന്നു കുരുത്തം കെട്ടവൻ, യാക്കോബായിരുന്നു അനുസരണയില്ലാത്തവൻ, യാക്കോബായിരുന്നു കള്ളം പറഞ്ഞതും കുറ്റപ്പെടുത്തിയതും പല കാര്യങ്ങൾ ചെയ്തെടുത്ത്. പക്ഷെ ദൈവത്തിൻ്റെ മഹത്വം യാക്കോബിലൂടെ വെളിപ്പെട്ടു. സ്തോത്രം. ആ കൊള്ളാത്തവനെ നല്ലവനാക്കി എടുത്തപ്പം ദൈവത്തിൻ്റെ മഹത്വം അവനിലൂടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മളൊന്നും ഒരു യോഗ്യതയും പറയാനില്ല. ഇന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ, ഞാൻ അല്ലേലും യേശുവിൽ വരുന്നതിന് മുമ്പേ ഞാൻ സീതാസാദ ആളായിരുന്നു, ഞാൻ ആരെയും ദ്രോഹിക്കത്തില്ലായിരുന്നു, ഞാൻ നല്ല കാര്യമേ ചെയ്യത്തുള്ളായിരുന്നു, ഞാൻ ഒരു കുറ്റവും കാണിക്കുന്നത്, ഞാൻ നല്ല പാലേ കുടിക്കുന്ന കുഞ്ഞായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അങ്ങനത്തെയൊക്കെ കാഴ്ചപ്പാടിലൊക്കെ ഇരിക്കുന്നുണ്ടോ? ഞാൻ പറയാം, ഹല്ലേലൂയ, അതൊക്കെ വല്ലാത്ത തെറ്റായ തെറ്റിദ്ധാരണകളാണ്. നമ്മളിലൊക്കെ പാപം കുടികൊള്ളുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. പാപത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മളുടെ അകത്തുണ്ടായിരുന്നു. സ്തോത്രം. നമ്മളെയൊക്കെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൊക്കെ വെച്ചൊന്ന് പരിശോധിച്ചാൽ പുറമേയൊക്കെ വളരെ നല്ലതായിരുന്നെങ്കിലും അകത്തൊക്കെ നമ്മളുടെ അകത്ത് അസൂയയായിട്ടും കുറ്റപ്പെടുത്തലായിട്ടും പല കാര്യങ്ങളും വേണ്ടാത്ത സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ദേണ്ട യേശു വന്നു, നമ്മളെ തിരഞ്ഞെടുത്തു. അവിടെ ആ കടപ്പുറത്ത് നിന്ന് ആ മീൻ പിടിക്കാനൊക്കെ നിന്ന് യോഹന്നാനെയും പത്രോസിനെയും ഒക്കെ നോക്കി യേശു പറഞ്ഞില്ലേ, വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നാലെ പോയില്ലേ? അതേപോലെ നമ്മുടെ ജീവിതയാത്രയുടെ ഇടയിൽ എവിടോ യേശുവിനെ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വാ. ചിലപ്പോൾ അത് വലിയ വിഷയങ്ങളൊക്കെ ആയിട്ടായിരിക്കും വന്നത്. സാമ്പത്തിക തകർച്ചയായിട്ടും ആരോഗ്യ വിഷയങ്ങളായിട്ടും മക്കളുടെ ദുർനടപ്പായിട്ടും ഒക്കെ ആയിരിക്കും വന്നത്. പക്ഷേ ഒരു ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ എൻ്റെ കർത്താവ് ഇട്ട് നമ്മളെ പിടിച്ച് ആകർഷിച്ച് നമ്മളെ പിന്നാലെ ഇറക്കി. സ്തോത്രം. എത്രയോ പേര് നിന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഒന്ന് ചൂണ്ടയിട്ട് പിടിച്ച് വലിച്ച് പുറത്തിറക്കി. സ്തോത്രം. നമ്മൾ ദിനം തോറും നമ്മളെ നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പറയും, അയ്യോ കഴിഞ്ഞ മാസമായിരുന്നത് പോലല്ല ഈ മാസം ഞാൻ, 10 വർഷം മുമ്പുണ്ടായിരുന്ന വ്യക്തിയല്ല ഞാൻ ഇന്ന്. ഹല്ലേലൂയ. ഇതാണ് ആകർഷണം ചെയ്യുന്നത്, ഇതാണ് തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ മഹത്വം വെളിപ്പെടുന്നത് നമ്മളുടെ സ്വന്തം ഇഷ്ടത്താലല്ല. സ്തോത്രം. പക്ഷേ സ്വർഗം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട്. റോമൻസ് 9:16 പറയുന്നു, ദൈവം സോ ഇറ്റ് ഈസ് ഗോഡ് ഹു ഡിസൈഡ്സ് ടു ഷോ mercy. We can neither choose it nor work for it. കണ്ടോ? സ്വർഗം. ഹല്ലേലൂയ. എൻ്റെ സ്വർഗം എൻ്റെ ദൈവമാണ് തീരുമാനിക്കുന്നത് ആരോടാ കരുണ കാണിക്കുന്നതെന്ന്. നമുക്കതിനു വേണ്ടി ബന്ധപ്പെടാനും പറ്റത്തില്ല, അതിനുവേണ്ടി പരിശ്രമിക്കാനും പറ്റത്തില്ല. സ്തോത്രം. ഞാനൊരു ഉറപ്പും ഒരു ധൈര്യവും പറയട്ടെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഹല്ലേലൂയ ഓരോ വ്യക്തിയെയും സ്വർഗം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങളിന്ന് വചനം കേൾക്കുന്നത്. ഇന്ന് നിങ്ങൾ യേശുവിനെ അറിയാനിടയായോ? ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ വലിയ തിരഞ്ഞെടുപ്പുള്ളത് കാരണമാണ് യേശുവിനെ അറിയാനിടയായത്. ഞാൻ പറയട്ടെ, നിങ്ങളിൽ ഒരു വ്യക്തി യേശുവിൻ്റെ ആ തെരഞ്ഞെടുപ്പിനകത്ത് നിൽക്കുന്ന ആളാണോ? നിങ്ങളുടെ കുടുംബം മൊത്തം ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ കാവലിൻ്റെ കീഴിൽ വരുക തന്നെ ചെയ്യും. നിങ്ങളുടെ കുടുംബം മൊത്തം യേശുവിനെ അറിയാൻ ഇടയാകും. ഇന്ന് ഹല്ലേലൂയ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേലെ തെരഞ്ഞെടുപ്പുണ്ടോ? സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വേര് പോലും നശിച്ചു പോകാതെ, ഒരു കൊച്ചു കുഞ്ഞു പോലും ഹല്ലേലൂയ യേശുവിൻ്റെ സംരക്ഷണത്തിൽ വരാതെ തീരത്തില്ല. ഹല്ലേലൂയ എല്ലാവരും വരും. ഹല്ലേലൂയ സകലരും വരും. ഒരു സക്കായോ ഉണ്ടായിരുന്നു. ആ സക്കയോസ് മഹാ കൊള്ളാത്തവനായിരുന്നു. അവനെ ആ ദേശത്ത് ആർക്കും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ സ്വർഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അവൻ്റെ മേൽ വീണു. എല്ലാവരും നോക്കിയിട്ട് പിറുപിറുത്തു. അവരൊരു പക്ഷേ ഓർത്ത് കാണും, ഈ യേശുവെന്ന് പറഞ്ഞവൻ ഒരു പ്രവാചകനാണെങ്കിൽ അറിയത്തില്ലേ ഇവൻ എങ്ങനത്തെ വ്യക്തിയാണെന്ന്. അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണും. എന്നാലും മൂക്കത്ത് വിരൽ വെച്ച് കാണും, ഏറ്റവും ഞങ്ങളുടെ ഈ സമൂഹത്തിലെ ഏറ്റവും കൊള്ളാത്തവനായി ഇവൻ്റെ
പിതാവിൻ്റെ വീട്ടിൽ യേശു പോയി കഴിക്കുന്നു. പക്ഷേ സ്വർഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, സ്വർഗത്തിൻ്റെ ആകർഷണം അവൻ്റെ മേൽ കിടന്നത് കാരണം ഹല്ലേലൂയ, ഞാൻ പറയാം, അവനിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി ഉണ്ടോ? അവരെ നോക്കിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെ നോക്കിയിട്ട് പറയണം, ദൈവത്തിൻ്റെ കരുണ ഇവരുടെ മേൽ വീഴുക തന്നെ ചെയ്യും. ദൈവം ഇവരെ തിരഞ്ഞെടുക്കും. സ്തോത്രം. എന്നിട്ട് വേണം സ്വർഗത്തിന് ഇവരിലൂടെ മഹത്വം കാണിക്കുവാൻ, സ്വർഗത്തിന് ഇവരിലൂടെ സ്വർഗത്തിൻ്റെ നന്മ കാണിക്കുവാൻ. ആ രണ്ട് ആൺമക്കളുടെ ഇടയിൽ, ഒരു അപ്പൻ്റെ രണ്ട് ആൺമക്കളുടെ ഇടയിൽ മൂത്തവൻ അപ്പൻ്റെ കൂടെ എന്നും കുന്നും നിൽക്കുമായിരുന്നു. പക്ഷേ ഇളയവന് കുറ്റം കാണിച്ച് അവൻ ഇറങ്ങിപ്പോയത്, ഏറ്റവും മോശമായിട്ട് ജീവിച്ചു. പക്ഷെ സ്വർഗം അവനെ ആകർഷിച്ചു. സ്വർഗം അവനെ സ്നേഹിച്ചു. സ്വർഗം അവനെ മാറോട് ചേർത്ത് വെച്ച് അവനിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. സ്തോത്രം. ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കൊള്ളാത്തവരാണെങ്കിൽ ഇന്ന് ഈ വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയണം, ദൈവത്തിൻ്റെ മഹത്വം ഈ വ്യക്തിയിലൂടെ വെളിപ്പെടും. ഉറപ്പ്. ദൈവത്തിൻ്റെ മഹത്വം കാണിക്കും. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വീഴും. ദൈവം ഒരുവനെ തിരഞ്ഞെടുത്താൽ, നമ്മളൊക്കെ ചിലപ്പോൾ ഈ വചനം കേൾക്കുന്നവരൊക്കെ നല്ല കുഞ്ഞുങ്ങളായിരിക്കാം, പക്ഷെ നമ്മളിൽ ഉണ്ടായിരുന്ന പല ദുർസ്വഭാവങ്ങളും കർത്താവ് മാറ്റിയെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല എൻ്റെ യേശുവിന്. ഇന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനെ മൊത്തം സ്വർഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, 1000 തലമുറകൾക്കപ്പുറം ആ തെരഞ്ഞെടുപ്പിൻ്റെ പുതപ്പ് വീണിട്ടുണ്ട്. അത് നിസ്സാരമല്ല, അത് വലിയ കാര്യമാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി ഉറപ്പോടെയും ധൈര്യത്തോടെയും ഒരു ഇഞ്ച് സ്ഥലം വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കാമെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ മഹത്വം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷത്തോടെ ഇന്നിരിക്കണം. ഇന്ന് പറയണം, സ്വർഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എൻ്റെ മേലുണ്ട്. സ്വർഗം എന്നെക്കുറിച്ച് ബോധ്യമായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ കുടുംബത്തിലുള്ള, എൻ്റെ ജീവിതത്തിനകത്തുള്ള സകല ആളുകളും യേശുവിനെ അറിയും. എൻ്റെ മേൽ ആ തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് അവരാരും നശിച്ചു പോകത്തില്ല, അവരാരും തീർന്നു പോകത്തില്ല. അവരുടെ മേൽ ആ തെരഞ്ഞെടുപ്പ് വീഴുക തന്നെ ചെയ്യും. സ്വർഗം സഹായിക്കട്ടെ. യേശു ബലപ്പെടുത്തട്ടെ. സകല നന്മയാൽ നിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.